ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ഏരീസിന് വേണ്ടിയിട്ട് മന്ത്ലി ജൂൺ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ഏരീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജൂണിൽ എന്താ ഉണ്ടാവാൻ പോണത് അത് നമ്മൾ നോക്കും. ആൻഡ് ഈ വീഡിയോനെ സ്റ്റാർട്ട് ടു ഫിനിഷ് വരെ നോക്കുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സും ഫാമിലിയുടെ കൂടെ, കമൻറ്റ് ചെയ്യുക ആൻഡ് ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഏരീസ്, നിങ്ങളുടെ പാസ്റ്റ് എനർജി എന്താണ് നിങ്ങൾ വിട്ടിട്ട് ന്യൂ മാസത്തിൽ എൻറ്റർ ചെയ്യാൻ പോണത്? 5 ഓഫ് Wands ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. ഈ എനർജി വിട്ടിട്ടാണ് നിങ്ങൾ ജൂൺ മാസത്തിൽ ഒരു പുതിയ എനർജീനെ എംബ്രേസ് ചെയ്യാൻ പോണത്. അപ്പോൾ ജൂൺ മാസത്തിൻ്റെ എനർജി എന്തായിരിക്കും? ക്വീൻ ഓഫ് സോർഡ്സ്, നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി എന്ന് വെച്ചാൽ ജൂൺ എൻഡ് എങ്ങനെ ആവാൻ പോണത് ആൻഡ് ഫ്യൂച്ചറിൽ എന്താ ഉണ്ടാവാൻ പോണത്. ലവേഴ്സ്, നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ജൂൺ മാസത്തിൻ്റെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങൾക്ക് അഡ്വൈസ്, ജൂൺ മാസത്തിൻ്റെ അഡ്വൈസ് 9 ഓഫ് സോർഡ്സ് ആണ്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടേഴ്സ്, ഹിഡൻ ഫാക്ടറിൽ നിങ്ങൾക്ക് എന്താണ്? ഹിഡൻ ഫാക്ടറിൽ ഹാങ്ഡ് മാൻ. നിങ്ങൾക്ക് ഓവറോൾ എനർജി ജൂൺ മാസത്തിൻ്റെ 2 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ഔട്ട്കം ജൂൺ മാസത്തിൻ്റെ പേജ് ഓഫ് കപ്സ്. അപ്പോൾ ഏരീസ്, നിങ്ങളുടെ ഓവറോൾ എനർജി ജൂൺ മാസത്തിൻ്റെ 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇതൊരു ഇംബാലൻസ്ഡ് എനർജിയാണ്. അപ്പോൾ ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് അതാണ് ശ്രദ്ധിക്കേണ്ട കൂടുതൽ. നിങ്ങളുടെ കരിയർ ആൻഡ് പേഴ്സണൽ ലൈഫ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇംബാലൻസ് കാണാണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യണ എനർജിയും ആയിരിക്കാം. അതുകൊണ്ടും ഈ എനർജി ഇംബാലൻസ് ആവും. നിങ്ങൾക്ക് ഒന്നൊന്നും പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യത്തിൽ ഫുള്ളി നിങ്ങളുടെ 100% എഫേർട്ട് ഇടാൻ പറ്റില്ല. എന്നുവെച്ചാൽ നിങ്ങൾ കുറേ കമ്മിറ്റ്മെൻറ്റ്സ് ചെയ്തു പോയി. അതും ഈ 2 ഓഫ് പെൻറ്റിക്കിൾസ് ആയിരിക്കാം. കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ ആ എനർജി ഇംബാലൻസ്ഡ് ആവും. ഇത് ചോയ്സസിൻ്റെ എനർജി ആവാം. മേ ബി നിങ്ങൾക്ക് ഒരു ചോയ്സ് ഉണ്ടാക്കണം ആൻഡ് അത് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് 2 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഇംബാലൻസ് ആവാം. അപ്പോൾ എന്തോ ഒരു ഇംബാലൻസ്ഡ് എനർജി ഉണ്ട്. നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ കുറേ കാര്യങ്ങൾ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. 5 ഓഫ് Wands ആണ് നിങ്ങളുടെ പാസ്റ്റ് എനർജി. ഇതാണ് നിങ്ങൾ വിട്ടിട്ട് മുമ്പോട്ട് പോണേ. പാസ്റ്റിൽ എന്തോ കോമ്പറ്റീഷൻ മാതിരി ഒരു എനർജി കാണുന്നു. ഫൈറ്റ്സ്, കോൺഫ്ലിക്റ്റിൻ്റെ എനർജി ഞാൻ കാണുന്നുണ്ട്. ചില കേസസിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനും ആവാം. അപ്പോൾ ഇത് വിട്ടിട്ടാണ് നിങ്ങൾ മുമ്പോട്ട് പോണേ ഒരു ക്ലാരിറ്റിയുടെ എനർജിയിലേക്ക്. ക്വീൻ ഓഫ് സോർഡ്സ്. അപ്പോൾ ഈ കോമ്പറ്റീഷൻ, ഈ തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ്, ഈ ഫൈറ്റ്, കോൺഫ്ലിക്റ്റ്, ഇതെന്താ ഉണ്ടായെന്ന് വെച്ചാൽ അത് ഇപ്പോൾ നിങ്ങൾ കുറേ സ്ട്രോങ് ആയിട്ട് ഹെഡ് ഓൺ ആയിട്ട് അതിനെ കോൺഫ്രണ്ട് ചെയ്യണം. അതിൻ്റെ മുമ്പേ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ കുറച്ചൊരു നെഗറ്റീവായിട്ട് അത് നിങ്ങൾക്ക് ഇമ്പാക്റ്റ് ചെയ്തു. പക്ഷെ ഇപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, സ്ട്രേറ്റ് ഫോർവേഡായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ കുറേ ക്ലാരിറ്റി ഉണ്ട്. നിങ്ങൾ ആരും നിങ്ങളെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറേ ക്ലിയറായി നിങ്ങളുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. അതുമാത്രമല്ല, ചില ആൾക്കാരെ നിങ്ങളുടെ ലൈഫിന് കട്ട് ഓഫും ചെയ്യാൻ പോകുന്നുണ്ട് ജൂൺ മാസത്തിൽ. എന്നുവെച്ചാൽ നിങ്ങൾ അത്രയും പ്രാക്ടിക്കൽ എനർജിയിലാണ് നിങ്ങളുടെ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ പഠിച്ചിരിക്കണു. അതൊരു നല്ല എനർജിയാണ്. വേറെ ആൾക്കാർ നിങ്ങളെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ഇപ്പോൾ എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു നല്ല ക്ലിയർ ആൻഡ് ഫേം എനർജിയിലാണ് നിങ്ങൾ. അതല്ലാച്ചാൽ ഇത് നിങ്ങളുടെ എനർജി അല്ലാച്ചാൽ മേ ബി നിങ്ങളും വേറൊരു പേഴ്സൻ്റെ ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ഉണ്ടാവാൻ വഴിയുണ്ട് ഈ തേർഡ് പാർട്ടിയുടെ കാരണം. ഇപ്പോൾ ലവേഴ്സ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി. അപ്പോൾ നിങ്ങൾ പോണത് ഒരു സോൾമേറ്റ് റിലേഷൻഷിപ്പിൻ്റെ ഡിറക്ഷനിലാണ്. ഇതാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരാൻ പോണത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെച്ചാൽ നിങ്ങളൊരു ചോയ്സ് ആണ് ഉണ്ടാക്കണത്. നിങ്ങൾ ഒരു പേഴ്സണെ വിട്ടിട്ട് വേറെ പേഴ്സൻ്റെ ഡിറക്ഷനിലായിരിക്കും പോണ്ടാവുക. ഓറൽസ് ഇത് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഇല്ല, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാച്ചാൽ
മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ആണ് ചെയ്യണം, കൂടുതൽ അത് റിലേഷൻഷിപ്പ് ബെറ്റർ ആണ് ആവണത്. ഒരു റീകൺസിലിയേഷൻ്റെയും എനർജി ആവാം. ജെമിനി എനർജിയാണ് ഇവിടെ ലവേഴ്സ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ആണ് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. ഇത് ഒരു സ്ലോ മൂവിങ് എനർജിയാണ്. ഫിനാൻഷ്യലി, പ്രൊഫഷണലി, വർക്ക് വൈസ്, പിന്നെ മറ്റു കാര്യങ്ങൾ എല്ലാത്തിലും ഒരു സ്ലോ മൂവിങ് എനർജി ആയിരിക്കും. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട പേസിലായിരിക്കില്ല കാര്യങ്ങൾ മുമ്പോട്ട് പോവുക. അപ്പോൾ അതിൽ കുറച്ച് പേഷ്യൻസ് നിങ്ങൾക്ക് വെക്കേണ്ടി വരും. ആൻഡ് കുറേ ഹാർഡ് വർക്ക് ഞാൻ കാണുന്നുണ്ട്. ആൻഡ് അത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ചാലഞ്ച് ആയിരിക്കാം. എന്ന് വെച്ചാൽ കുറേ എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷെ അതിൻ്റെ റിവാർഡ്സ് വേഗം വരുന്നില്ല, കുറച്ച് സമയം എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അഡ്വൈസ് യൂണിവേഴ്സ് തരേണ്ടത് 9 of Swords ആണ്. ഇവിടെ കുറെ ഓവർ തിങ്കിങ്, ആങ്സൈറ്റി, സ്ട്രെസ് നിങ്ങൾ എടുക്കുന്നുണ്ട്. ചില കാര്യത്തിൽ ഒരു അൺറീസണബിൾ ആങ്സൈറ്റി ആണ്. എന്ന് വെച്ചാൽ കുറെ ആവശ്യമില്ലാണ്ട് ആലോചിക്കുക, ആവശ്യമില്ലാണ്ട് സ്ട്രെസ് എടുക്കുക. അത് കുറച്ച് കൺട്രോൾ ചെയ്യുക. എന്ന് വെച്ചാൽ സ്ട്രെസ് എടുത്തിട്ട് കാര്യമില്ല, എന്താ ആവാൻ പോണെന്ന് വെച്ചാൽ അതാവും. ആൻഡ് ഇവിടെ ഞാൻ അങ്ങനെ ഒരു നെഗറ്റീവായി കാര്യം ഞാൻ കാണില്ല. പറഞ്ഞാൽ യെസ്, ഇവിടെ പാസ്റ്റിൽ എന്തോ കോൺഫ്ലിക്റ്റ് ഉണ്ട്, തേർഡ് പാർട്ടി ഉണ്ട്. പക്ഷെ കറണ്ട് എനർജിയിൽ നിങ്ങൾ കുറെ സ്ട്രോങ് ആയിട്ടാണ് മുമ്പോട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യണത്. അപ്പോൾ അതിലും സ്ട്രെസ് ഉണ്ടാവാൻ വഴിയുണ്ട്, പക്ഷെ അത്ര ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഹാങ്ഡ് മാൻ ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ. ഇത് പൈസീസ് എനർജിയാണ്. ആൻഡ് ചില കേസസിൽ ക്യാൻസർ എനർജിയും ആവാം. പക്ഷെ ഇത് ഒരു സ്റ്റാഗ്നന്റ് എനർജിയാണ് ഞാൻ കാണുന്നത്. എന്തോ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റാഗ്നന്റ് ആയി പോയ മാതിരി ഒരു എനർജി. ഇതൊരു സെൽഫ് ഇമ്പോസ് സ്റ്റാഗ്നൻസി ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ സമയം നിങ്ങൾക്ക് വേണം ഹീൽ ചെയ്യാൻ, കാര്യങ്ങൾ വേറെ ഒരു പെർസ്പെക്റ്റീവിന് നോക്കാൻ, കാര്യങ്ങളെ ബെറ്ററായി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നിങ്ങൾ എടുക്കണു. ആൻഡ് ഇതൊരു പോസിറ്റീവ് എനർജിയാണ് ഹാങ് മാൻ. കുറെ സ്പിരിച്വൽ എനർജിയും കൂടിയുമാണ്. മേ ബി നിങ്ങൾ കൂടുതൽ സ്പിരിച്വാലിറ്റിയുടെ ഡയറക്ഷനിലായിരിക്കും കൂടുതൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉണ്ടാവുക ജൂണിൽ. പേജ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഔട്ട്കം. അപ്പോൾ എന്തോ ഒരു അപ്പോളജി നിങ്ങളുടെ ഡയറക്ഷനിൽ വരുന്നുണ്ട്. ഇല്ല വെച്ചാൽ ആരോ നിങ്ങൾക്ക് അപ്പോളജൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് അപ്പോളജൈസ് ചെയ്യുന്നുണ്ട്. ഇല്ല വെച്ചാൽ ഒരു ന്യൂ ബിഗിനിങ്, ഒരു ന്യൂ ഓഫർ വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഒരു ലവ് ഓഫർ ആയിരിക്കാം, ഇല്ല ഒരു ഇമോഷണൽ ഓഫർ ആയിരിക്കാം, ഒരു അപ്പോളജി ആയിരിക്കാം. എനിവേ നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യാം. ഈ 2 of Pentacles ഇവിടെ എന്താണ്? ഡെവിൽ. അപ്പോൾ അഗൈൻ യൂണിവേഴ്സ് ഇവിടെ പറയണത് എന്താ വെച്ചാൽ കുറെ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തുണു. ആൻഡ് അതുകൊണ്ട് കാര്യങ്ങൾ മിസ്മാനേജ് ആവണു. കുറെ കാര്യങ്ങൾ, കുറെ കമ്മിറ്റ്മെന്റ്സ് ചെയ്ത് പോയ എനർജിയാണ് 2 of Pentacles. നിങ്ങൾ എല്ലാത്തിനും യെസ് പറഞ്ഞാൽ അത് പിന്നെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ടാവും. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യണത് കുറെ ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ല വെച്ചാൽ കാര്യങ്ങൾ കുറെ മൊത്തം ഒരു മെസ്സായി പോവും. അപ്പോൾ ഡെവിൽ ടോക്സിക് എനർജിയാണ്. നിങ്ങളെ എല്ലാവരും പ്ലീസ് ചെയ്യാൻ നോക്കായിരിക്കും, അതുകൊണ്ടാണ് എല്ലാവരോടും യെസ് പറയണത്. പക്ഷെ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ പ്രയോറിറ്റൈസ് ചെയ്യാൻ നോക്കുക. എന്ന് വെച്ചാൽ അതാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി കുറച്ച് സേവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എല്ലാവർക്കും ഒരു ദാനിയായി പോയാൽ പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ കുറച്ചൊരു നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ പ്രയോറിറ്റീസ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ പഠിക്കുക. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. 5 of Wands ഇവിടെ നിങ്ങളുടെ പാസ്റ്റിൽ എന്താണ്? 10 of Pentacles. അപ്പോൾ ഇത് മണി റിലേറ്റഡ് ഇൻഹെറിറ്റൻസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഫൈറ്റ് ഉണ്ടാവും, ഓർ എൽസ് പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ, ഇല്ല ഫാമിലിയുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. അതല്ല വെച്ചാൽ വൈഫ് ഓർ ഹസ്ബൻഡിന്റെ കൂടെ എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി ഇന്റർഫിയറൻസ് ഉണ്ടാവും. അപ്പോൾ എന്തോ ഒരു കോൺഫ്ലിക്റ്റ് ഞാൻ കാണുന്നുണ്ട്. ഇത് മേ ബി പൈസയുടെ റിലേറ്റഡ് ആയിരിക്കാം, പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിരിക്കാം, ഓർ എൽസ് റിലേഷൻഷിപ്പിന്റെ നിങ്ങളുടെ ഇടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും. ക്വീൻ ഓഫ് സോർഡ്സ് നിങ്ങളുടെ കറണ്ട് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചൊരു ലോ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യണത് എന്താ വെച്ചാൽ ഈ നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യണ കാര്യം നിങ്ങൾക്ക് കിട്ടുന്നില്ല. ആൻഡ് അത് നിങ്ങൾ കുറെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യണത്. അത് മാത്രമല്ല
ഇവിടെ ഒരു ഫിനാൻഷ്യൽ ലോസും ഞാൻ കാണുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഇത് ഡിസേർവ് ചെയ്യണു, പക്ഷെ ഈ പേഴ്സൺ ഇല്ല വെച്ചാൽ നിങ്ങളുടെ ഫാമിലിയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഡിസേർവിങ് എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് കുറച്ചൊരു വഴക്കുണ്ടാവും മേ ബി ഫാമിലിയിൽ. മേ ബി ഈ ഇഷ്യൂ കുറച്ചുകൂടിയും അത് എൻഹാൻസ് ആയി പോവും, കൂടി പോവും ഫൈറ്റ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കാര്യം കുറെ ഫേം ആയിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. ഇത് മാരേജ് റിലേറ്റഡ് ആണ് വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാ വെച്ചാൽ മേ ബി ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടാവാനും വഴിയുണ്ട്. ഇവിടെ ലവേഴ്സ് എന്താണ് ഫ്യൂച്ചറിൽ 7 of Cups. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു സോൾമേറ്റ് കണക്ഷൻ്റെ ഡയറക്ഷനിലാണ് പോണത്. പക്ഷെ ഇവിടെ കുറെ കൺഫ്യൂഷൻ ഉണ്ട്, കുറെ ഓപ്ഷൻസ് ഉണ്ട്, ടെംപ്ടേഷൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഷുവർ അല്ല ഏത് ഡയറക്ഷനിലാണ് പോകണ്ടതെന്ന്. പക്ഷെ ഡെഫിനറ്റ്ലി ഒരു ലവ് ഇൻട്രസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ വരും. ഇൻഫാക്ട് കുറെ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും ഫ്യൂച്ചറിൽ. അപ്പം നിങ്ങൾ ഡിവോഴ്സ് ഓർ സിംഗിൾ എനർജിയിലാണ് വെച്ചാൽ കുറെ ഓപ്ഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ചാലഞ്ച്? 9 of Wands. അപ്പോൾ എവിടെയോ കാര്യങ്ങൾ സ്ലോ ഡൗൺ ആയി നിങ്ങളുടെ ലൈഫിൽ. അതെന്താ വെച്ചാൽ നിങ്ങൾക്കൊരു പേടി വന്നിരിക്കണു. അത് ഞാൻ ഇപ്പോൾ എന്തെങ്കിലും ചെയ്താൽ അത് ശരിയാവോ, അത് മിസ്ഫയർ ആവോ, അത് എൻ്റെ അഗൻസ്റ്റ് ആയി പോവോ, അങ്ങനെ കുറെ ഒരു പേടി വന്നിരിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ. എന്ന് വെച്ചാൽ ചില ഡിസപ്പോയിൻമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പേടിയാണ് എന്തെങ്കിലും ഞാൻ ചെയ്താൽ അത് ശരിയാവാണ്ട് എൻ്റെ അഗൻസ്റ്റ് പോയിച്ചാൽ അത് പ്രോബ്ലം ആവുമെന്ന്. പക്ഷെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ സ്മോൾ സ്റ്റെപ്സ് എടുക്കുക, മുമ്പോട്ട് പോവാ. നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ സ്റ്റാഗ്നന്റ് ആയി പേടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. അതെന്തായാലും നിങ്ങൾക്ക് ഫോർവേഡായി മൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ 1 step at a time അങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്. ചിലപ്പോൾ ചില സമയത്തിന് ചില കാര്യങ്ങൾ അത് ഒരു സ്ലോ പേസ് ആവും, പക്ഷെ അതിൽ പ്രോബ്ലം ഇല്ല. നിങ്ങൾ സ്റ്റെബിലിറ്റിയുടെ ഡയറക്ഷനിലാണ് പോണത്. അപ്പോൾ ഈ 9 of Swords അതുകൊണ്ടാണ് നിങ്ങൾ കുറെ സ്ട്രെസ്ഡ് ഔട്ട് ആവണത്. എന്നുവെച്ചാൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഫേവറിൽ ചിലപ്പോൾ പൂവുണ്ടാവില്ല. എസ്പെഷ്യലി 5 of Pentacles ഇവിടെ കാണുമ്പോൾ നിങ്ങൾ കുറച്ച് ലോ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ചില കാര്യങ്ങൾ നിങ്ങൾ അതിനെ ഓവർ തിങ്ക് ചെയ്തിട്ട് അതിനെ കൂടുതൽ ഒരു വലിയ കാര്യമാക്കും നിങ്ങളുടെ മനസ്സിൽ. അപ്പോൾ കുറെ സ്ട്രോങ് ആവുക. ഈ സിറ്റുവേഷൻ ടെമ്പററി ആണ്, ഒരു പെർമനന്റ് സിറ്റുവേഷൻ അല്ല. നിങ്ങൾ ഇതിന് ഡെഫിനറ്റ്ലി പുറത്തു വരും, ബെറ്റർ ഫീൽ ആവും. പക്ഷെ ഈ സമയത്ത് കുറച്ചൊരു ഇന്നർ സ്ട്രെങ്ത്തിൻ്റെ ആവശ്യമുണ്ട്. ബോൾഡ് സ്റ്റെപ്സ് എടുക്കാം മുമ്പോട്ട്. യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ പേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാം കാര്യങ്ങൾ സോർട്ട് ഔട്ട് ആവും. ഈ ഹാങ്ഡ് മാൻ എന്താണ് ഇവിടെ ഹിഡൻ ഫാക്ടറിൽ? എംപറർ, ഏരീസ് എനർജി. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കുറച്ചൊരു നിങ്ങളുടെ ലൈഫിലൊരു സ്ട്രക്ചർ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ ലൈഫ് ഒരു ടെമ്പററി സമയത്തിന് വേണ്ടിയിട്ടൊരു പോസിലാണ്. പക്ഷേ കാര്യങ്ങൾ നിങ്ങൾ ഒരു വേറെ പെർസ്പെക്റ്റീവിന് കണ്ട കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ വഴിയുണ്ട്. അതിന് കുറച്ചൊരു ഡിസിപ്ലിൻ സ്ട്രക്ചറുടെ ആവശ്യമുണ്ട്. നിങ്ങൾ ആസ് ഇറ്റ് ഇസ് നിങ്ങളുടെ വെരി പ്രൈം എനർജിയിലാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ സക്സസ്ഫുൾ ആവും. പക്ഷേ കാര്യങ്ങൾ ഒരു വേറെ പെർസ്പെക്റ്റീവിന് നോക്കാൻ ശ്രമിക്കുക. ഈ പേജ് ഓഫ് കപ്സ് ഇവിടെ എന്താണ് ഔട്ട്കം? 3 of Wands. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറെ ബ്യൂട്ടിഫുൾ ബിഗിനിങ്സ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. കുറെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ റിവാർഡ്സും വരും. ഈ മാസം ചിലപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടില്ല. മേ ബി നിങ്ങൾക്ക് ഈ മാസം കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ജൂലൈ മാസത്തിൽ കാര്യങ്ങൾ മേ ബി ഒരു ബെറ്റർ എനർജിയിൽ വരും. എന്നുവെച്ചാൽ പേജ് ഓഫ് കപ്സ് നിങ്ങളുടെ ഔട്ട്കം ആണ് എനിവേ. അപ്പോൾ ഡെഫിനറ്റ്ലി ബൈ ദ എൻഡ് ഓഫ് മന്ത് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് കാര്യങ്ങൾ വരാൻ തുടങ്ങും. പക്ഷെ ഈ മാസം കുറച്ചൊരു പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യേണ്ട മാസമാണ്. ഓക്കെ, അപ്പോൾ അത് വെയിറ്റ് ചെയ്യുക. ആൻഡ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ മാതിരി സോർട്ട് ഔട്ട് ആവും. അത്രയും എനിക്കറിയാം കുറച്ചൊരു ഡിസപ്പോയിൻറ്റിങ് സമയമുണ്ട് നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ അത് ടെമ്പററി ആണ് ഞാൻ പറഞ്ഞ മാതിരി. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഓറക്കിൾ മെസ്സേജ് കാർഡ് എടുക്കാം ഏരീസിന് വേണ്ടിയിട്ട്.
മെഡിറ്റേറ്റ് ആൻഡ് കോൺടെംപ്ലേറ്റ്, ന്യൂ മൂൺ ഇൻ പൈസീസ്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഈ മാസം നിങ്ങൾക്ക് ഒരു പോസ് ചെയ്യണ മാസമാണ്. ചില കാര്യങ്ങളും ചിലപ്പോൾ സമയം എടുക്കും ഉണ്ടാവാൻ, വർക്കൗട്ട് ആവാൻ, പക്ഷെ അറ്റ്ലീസ്റ്റ് അതൊരു പോസിറ്റീവ് ഡയറക്ഷനിലാണ് പോണത് എന്ന് ആ ഒരു അതൊരു നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് മെസ്സേജ് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഔട്ട്കം ആയിട്ട്. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല ആൻഡ് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക, അതാണ് നിങ്ങൾക്ക് മെസ്സേജ് ഏരീസ്. ആൻഡ് ഇവിടെ ഞാൻ സയൻസ് കാണുന്നത് ലിയോ, കാപ്രിക്കോൺ ഉണ്ട്, കുറെ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്, പൈസീസ് കാണാനുണ്ട്, ജെമിനൈ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മേജർ സയൻസ്. പക്ഷേ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇൻഫർമേഷൻ വേണമെച്ചാൽ എന്നെ ഒരു പ്രൈവറ്റ് റീഡിങ്ങിന് ബുക്ക് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാം കാര്യങ്ങൾ എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. അപ്പോൾ പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്താൽ അത് നിങ്ങളുടെ മാത്രം എനർജി ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത് ഒരു റീഡിങ്. അതൊരു പെയ്ഡ് റീഡിംഗ് ആണ്. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ലാച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.